പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. ദക്ഷിണ ഇറാനിൽ ബന്ദർ അബ്ബാസിന് സമീപം യുഎസിന്റെ പുതിയ ആക്രമണം. തിരിച്ചടിച്ച് ഇറാനും. പ്രദേശത്ത് സ്ഥിതി ശാന്തമെന്ന് നിലവിൽ ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന് വീണ്ടും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഖത്തറിൽ നിർണായക ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇറാൻ നേതാക്കൾ. ഇനിയും തീർപ്പാകാത്ത വിഷയങ്ങളിൽ ധാരണയ്ക്ക് തീവ്ര ശ്രമമാണ് നടക്കുന്നത്. ഹോർമുസ് ഒരു മാസത്തേക്ക് തുറക്കാൻ ഇറാൻ സന്നദ്ധമായതായി അമേരിക്കൻ മാധ്യമങ്ങൾ അറിയിക്കുന്നു. കരാർ നീക്കം അട്ടിമറിക്കാൻ ലെബനനിൽ വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ഇറാൻ കരാറിന്റെ മറവിൽ ഇസ്രായേലുമായി അറബ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാൻ നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്തുണ്ട്. നയതന്ത്ര പ്രശ്ന പരിഹാരത്തെ ചൈനയും റഷ്യയും പിന്തുണച്ചിരിക്കുന്നു. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, സംഘർഷത്തിനും പ്രതിസന്ധിക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക്, അനുനയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വലിയ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലനിന്നിരുന്നെങ്കിൽ വീണ്ടും പഴപടിയിലേക്ക് എന്ന് വെച്ചാൽ വീണ്ടും ആക്രമണങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും തിരിയുന്നോ എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഏറ്റവും പുതിയ ആക്രമണം ഏത് ഭാഗത്താണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്? അത് യുദ്ധം പുനരാരംഭിക്കുന്നതിൻ്റെ ഒരു സൂചനയായി കാണാൻ കഴിയുന്നുണ്ടോ? ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരുന്നു? എന്ത് വെളുപ്പിനാണ് തികച്ചും ഏകപക്ഷീയമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ബന്ദർ അബ്ബാസ് തുറമുഖ നഗരത്തിന് നേർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന വലിയൊരു തുറമുഖ പ്രദേശം കൂടിയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് അല്പം മുമ്പ് US സെൻട്രൽ കമാൻഡ് നൽകിയ ഒരു വിശദീകരണത്തിൽ അവർ വ്യക്തമാക്കുന്നത് പ്രകാരം തങ്ങളുടെ ആത്മരക്ഷാർത്ഥം, അതായത് സൈന്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി നടന്ന ഒരു ആക്രമണമായിരുന്നു അത്. ബോട്ടുകളിൽ മൈനുകൾ പാകാൻ വന്ന ഇറാൻ സൈനികർക്ക് നേരെയാണ് വെടിവെപ്പ് നടന്നത്. അതോടൊപ്പം തന്നെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ള കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നതായിട്ട് US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇത്. അതിശക്തമായി തങ്ങളുടെ സേന ചെറുത്താണ് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തോടുകൂടി ഖത്തറിൽ തുടരുന്ന ഈ ചർച്ചകളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നൊരു ആശങ്ക പടർന്നിരുന്നു. പക്ഷേ അമേരിക്കയും ഇറാനും ഏറെക്കുറെ അത് നിരാകരിച്ചിട്ടുണ്ട്. കാരണം അത് ചർച്ചയെ ബാധിക്കുന്നില്ല. തങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ അതിശക്തമായി തന്നെ തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഇതിലെ ആരെങ്കിലും കൊല്ലപ്പെട്ടതായോ ആർക്കെങ്കിലും പരിക്കേറ്റതായോ രണ്ട് രാജ്യങ്ങളും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ വലിയൊരു ആശങ്ക ആ സമയത്ത് രൂപപ്പെടുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഇറാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു സൂചനയാണിതെന്ന ഒരു റിപ്പോർട്ടുകളായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ തുടക്കത്തിൽ നൽകിയിരുന്നത്. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ട ഘട്ടത്തിലാണ് ഇപ്പോൾ രംഗം ശാന്തമാണ് എന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്നതായിട്ടും ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. കുറെ ആഴ്ചകൾക്കിപ്പുറമാണ് വീണ്ടും ഒരു ആക്രമണം ഇറാന്റെ നേർക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം ഒരുപക്ഷെ ഈ സമാധാന കരാറിന് ഒരു തിരിച്ചടിയാകുമെന്ന വലിയൊരു ആശങ്ക രൂപപ്പെട്ട് അത് തൽക്കാലം ഇല്ലാതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലെബനാന് നേരെ വലിയ തോതിലുള്ള ആക്രമണം ആരംഭിക്കാൻ ഒരു തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി തവണയാണ് ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതും ചർച്ചയ്ക്ക് വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഖത്തറിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു പ്രധാന ഘടകം തന്നെ ഈ ലെബനാനിലെ യുദ്ധ വിരാമം കൂടി ഈ ഇറാൻ അമേരിക്ക കരാറിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന ഇറാന്റെ നിർബന്ധമാണ്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി തിരക്കിട്ട നയതന്ത്ര നീക്കം നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ലെബനാൻ ഈ കരാറിന്റെ ഭാഗമാകുന്ന പ്രശ്നമില്ല, ലെബനാനിൽ ഹിസ്ബുല്ലയെ അമർച്ച ചെയ്യാൻ തങ്ങളുടെ വ്യാപകമായിട്ടുള്ള ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിക്കുന്നത്. ലെബനാനിൽ പിന്നെ ഏത് തീരുമാനം കൈക്കൊള്ളാനും ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് താജ് ആലുവ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഡോക്ടർ താജ് ആലുവ, ഇപ്പോൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ സ്വഭാവം എന്താണ്? അതിന്റെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഖത്തറിന്റെ റോൾ എന്താണ് ഈ ചർച്ചയിൽ? സൈഫുദ്ദീൻ, ഖത്തറിന്റെ മണ്ണിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴുള്ള പുതിയ ആക്രമണം അമേരിക്ക തെക്കൻ ഇറാനിൽ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖ നഗരത്തിൽ വ്യാപകമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അത് അത്ര ശക്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ ബാധിക്കുന്ന രൂപത്തിൽ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സെൽഫ് ഡിഫൻസ്, സ്വയം പ്രതിരോധം എന്നുള്ള നിലക്ക് മാത്രമാണ് തങ്ങളത് നടത്തിയത്.
അത് ഈ ചർച്ചയെ ബാധിക്കില്ല എന്ന് മാത്രമല്ല വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഡീൽ ഇറാനുമായിട്ട് സാധ്യമാണ്, വെടിനിർത്തൽ സാധ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അതുപോലെ തന്നെ പാർലമെന്റ് സ്പീക്കറും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിലാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഖത്തറിൽ എത്തിയിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചർച്ച ഒരു സമാധാന ചർച്ചയിലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം, ഹോർമുസ് കടലിടുക്ക് തുറക്കണം, ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആവശ്യങ്ങൾ ന്യായമായ രൂപത്തിൽ പരിഗണിക്കണം എന്ന ഒരു ആവശ്യത്തിൽ തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല ഖത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ അകത്തുള്ള ഒരു പങ്കിനെ കുറിച്ച് ട്രംപ് തന്നെ പ്രസ്താവന ഈ അടുത്ത് നടത്തിയിരുന്നു. ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു പങ്ക് ഖത്തർ ഇതുവരെ വഹിച്ചു പോന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ ഇപ്പോഴത്തെ ചർച്ചകളും ഫലപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ എന്ന് പറയുന്നത് രണ്ടു കൂട്ടരെയും നേരത്തെ അവർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കൃത്യമായ മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് എത്തുക, അതായത് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു പരിഹാര ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിലാണ് ഖത്തർ ഈ ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള ഈ മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് നമുക്ക് ഈ അടുത്ത മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് അത് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ആക്രമണം ഒരു പക്ഷേ നേരത്തെ മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കക്ക് തങ്ങൾ ഇറാന്റെ സൈനിക ശേഷി അല്ലെങ്കിൽ മിസൈൽ ഇപ്പോ ഈ ഏറ്റവും അവസാനത്തെ ആക്രമണത്തെ കുറിച്ച് പറയുന്നത് ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സൈറ്റ് ആക്രമിച്ചു എന്നാണ്. അപ്പോ ഇറാന്റെ മിസൈൽ ശേഷി ഞങ്ങൾ പൂർണ്ണമായും തകർത്തു. കാരണം ഇതിനു മുമ്പ് 2025 ജൂണിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അവർ പറഞ്ഞിരുന്നത് ഇറാന്റെ ആണവ ശേഷി പൂർണ്ണമായും തകർത്തു എന്നാണ്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് ശേഷി, മിസൈൽ ആക്രമണത്തിനുള്ള അവരുടെ എല്ലാ കപ്പാസിറ്റിയും ഞങ്ങൾ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഒരു വിജയം പ്രഖ്യാപിച്ചു, ഒരു ഡീലും ഇതാ പ്രഖ്യാപിച്ചു എന്ന അർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിന് ഒരു പരിസമാപ്തി കുറിക്കുക എന്നതായിരിക്കണം അമേരിക്കയുടെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. എന്തായാലും ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ആക്രമണം നടക്കുന്നു, ഇറാനിൽ ആക്രമണം നടത്തുന്നു, അതുപോലെ തന്നെ ലബനാനിലും അതിശക്തമായ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലബനാനിലും ശക്തമായ ആക്രമണം, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് എന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങളിലടക്കം വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോ ഈ അവസാനത്തെ ഒരാളിക്കത്തലായിരിക്കണം ഇതൊക്കെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സമാധാന കരാർ. ശരി, ഡോക്ടർ താജ് ആലുവയാണ് വിശകലനങ്ങൾ നടത്തിയത്. താങ്ക് യു. നമ്മൾ വീണ്ടും